നമസ്കാരം. ചോദ്യം ഉത്തരം പരിപാടിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അധികാരത്തിൽ നിന്ന് പുറത്തായിട്ടും അഴിമതി ആരോപണങ്ങൾ വിടാതെ പിന്തുടരുകയാണോ കോൺഗ്രസിനെ? ചോദ്യോത്തരം പരിപാടിയിൽ KPCCയുടെ മുൻ അധ്യക്ഷൻ കൂടിയായ ശ്രീ K. മുരളീധരൻ MLA. സ്വാഗതം ശ്രീ മുരളീധരൻ. കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്കുള്ളിൽ കോൺഗ്രസിൻ്റെ രണ്ട് പ്രധാനപ്പെട്ട നേതാക്കൾക്കെതിരായിട്ട്, ഒന്ന് ഉമ്മൻചാണ്ടി, രണ്ട് രമേശ് ചെന്നിത്തല, രണ്ട് അഴിമതി ആക്ഷേപങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. ഈ രണ്ട് അഴിമതി ആക്ഷേപങ്ങളും മാധ്യമങ്ങളോ അല്ലെങ്കിൽ ഇവിടുത്തെ ഇടതുപക്ഷ പാർട്ടികളോ കൊണ്ടുവന്നതല്ല. ഒന്ന് വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട് CAGയുടെ കണ്ടെത്തലാണ്. മറ്റത് ശ്രീവത്സം ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഏജൻസി നടത്തിയിട്ടുള്ള റെയ്ഡിൻ്റെ ഭാഗമായി രമേശ് ചെന്നിത്തലയ്ക്കെതിരായിട്ടും ഒരു ആരോപണം ഉണ്ടായിട്ടുണ്ട്. യഥാർത്ഥത്തിൽ കഴിഞ്ഞ സർക്കാർ തോൽക്കാൻ തന്നെ കാരണം നിങ്ങൾക്കെതിരായിട്ട് ഉയർന്നു വന്ന, ആ സർക്കാരിനെതിരായിട്ട് ഉയർന്നു വന്ന ഒട്ടേറെ അഴിമതി ആക്ഷേപങ്ങളാണ്. പ്രതിപക്ഷത്തിരിക്കുമ്പോഴും പുതിയ അഴിമതി ആക്ഷേപങ്ങൾ നിങ്ങൾക്ക് നേരിടേണ്ടി വരികയാണ്. അഴിമതി ആരോപണങ്ങൾ ഒരു ശാപമായിട്ട് കോൺഗ്രസിനെ പിന്തുടരുകയാണോ? അല്ല, അത് ശരിയല്ല. കാരണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് UDFനെതിരായി LDF കൊണ്ടുവന്ന അഴിമതി ആരോപണങ്ങൾ, അതിൽ വിഴിഞ്ഞത്തിന് അത്ര പ്രാധാന്യം കൊടുത്തിട്ടില്ല. ഇത് അധികാരത്തിൽ വന്ന് ഒരു വർഷം കഴിഞ്ഞു. ഇവർ ഇലക്ഷൻ കാലത്ത് പറഞ്ഞ് ഒരു അഴിമതിയും തെളിയിക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല. വിഴിഞ്ഞത്തിൻ്റെ കേസിൽ നേരത്തെ തന്നെ ചർച്ച ചെയ്ത വിഷയമാണ് സിംഗിൾ ടെൻഡർ എന്നുള്ള കാര്യം. എന്തുകൊണ്ട് സിംഗിൾ ടെൻഡർ വേണ്ടി വന്നു? ഉമ്മൻചാണ്ടി എന്നെ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഗവൺമെൻറ് വളരെ സുതാര്യമായിട്ടുള്ള നിലപാടാണ് അന്ന് സ്വീകരിച്ചത്. അന്നത്തെ കാലഘട്ടത്തിൽ ഒറ്റ ചോദ്യം ഉണ്ടായിരുന്നുള്ളൂ: പദ്ധതി ഉപേക്ഷിക്കണോ, സിംഗിൾ ടെൻഡർ അംഗീകരിക്കണം. അങ്ങനെ കേന്ദ്ര വിജിലൻസിൻ്റെ കൂടെ അംഗീകാരം വാങ്ങിച്ചിട്ടാണ് ഈ കരാർ ഉറപ്പിക്കുന്നത്. അല്ല, പക്ഷേ അത് CAGക്ക് ബോധ്യപ്പെട്ടില്ല എന്നുള്ളതാണ് CAG റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ. അതിനെക്കുറിച്ച് പറയുന്ന ഒരുപാട് ആക്ഷേപങ്ങൾ ശ്രീ ഉമ്മൻചാണ്ടി ഉന്നയിച്ചിട്ടുണ്ട്. ഇവിടെ AGയുടെ അടുത്ത് പോലും ഒരു നീതി കിട്ടിയില്ല എന്ന രീതിയിൽ അദ്ദേഹം സംസാരിച്ചു. മാത്രമല്ല, അവിടേക്ക് അതിൻ്റെ എതിരാളികൾ നുഴഞ്ഞു കയറി എന്ന് പോലും പോർട്ടിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി തന്നെ ഒരു സിറ്റിംഗ് കൂടെ വേണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും അതിന് സമ്മതിക്കാതെ ഏകപക്ഷീയമായി റിപ്പോർട്ട് എഴുതുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയതാണ്. അതിപ്പോൾ ഏതായാലും ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചു. ഞങ്ങൾ അന്വേഷണത്തിന് സ്വാഗതം ചെയ്തു. ആ ജുഡീഷ്യൽ അന്വേഷണത്തിൽ പൂർണ്ണമായിട്ടും UDF ഗവൺമെൻറ് ചെയ്ത് ശരിയാണെന്ന് തെളിയിക്കാൻ കഴിയും എന്നുള്ള ആത്മവിശ്വാസത്തിലാണ് കഴിഞ്ഞ ദിവസം ചേർന്ന കോൺഗ്രസിൻ്റെ ഞങ്ങളുടെ പാർട്ടി മീറ്റിങ്ങിൽ എടുത്തിട്ടുള്ള തീരുമാനം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇക്കാര്യത്തിൽ പൂർണ്ണമായിട്ട് UDF ഗവൺമെൻറ്റിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശ്രീമാൻ ഉമ്മൻചാണ്ടിയുടെ നിലപാടുകൾക്ക് ശക്തമായിട്ടുള്ള പിന്തുണയാണ് പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റി ഇപ്പോൾ എടുത്തിട്ടുള്ള തീരുമാനം എന്ന് പറയും. രാഷ്ട്രീയകാര്യ സമിതി ഒറ്റക്കെട്ടായി ഉമ്മൻചാണ്ടിയെ പിന്തുണയ്ക്കാൻ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷേ ആ സമിതിക്കുള്ളിൽ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടായല്ലോ, ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ. അപ്പോൾ അത് തന്നെ ഒരു സംശയത്തിന് ഇടവൽകുന്ന കാര്യമാണ്. അതായത് എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യലും ഒരു കമ്മിറ്റിയിൽ തീരുമാനം എടുക്കുമ്പോൾ എല്ലാ വശങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യും. ഇന്ന ഭാഗത്ത് നിന്ന് ഇന്ന ആരോപണങ്ങളുണ്ടായി, അതെങ്ങനെ, അതിനോടുള്ള നിലപാടെന്താ, ഇങ്ങനെയുള്ള സംശയങ്ങളുണ്ടാവുമല്ലോ, സ്വാഭാവികമല്ലേ. ആ സംശയങ്ങൾക്കെല്ലാം പരിഹാരമുണ്ടാക്കി ആ എല്ലാ സംശയങ്ങളും പൂർണ്ണമായിട്ട് ഇല്ലാതാക്കിക്കൊണ്ട് ഉമ്മൻചാണ്ടി വളരെ ദീർഘമായി തന്നെ ആ കമ്മിറ്റിയിൽ സംസാരിക്കുകയും ആ തീരുമാനം എല്ലാവർക്കും ബോധ്യമാവുകയും ചെയ്തു. ഇപ്പോൾ സിംഗിൾ ടെൻഡർ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ചോദ്യം ഉണ്ടായി. സിംഗിൾ ടെൻഡറിനെ കുറിച്ച് PC ചാക്കോ സംശയം ഉന്നയിക്കുന്നു. സുധീരൻ പറയുന്നു കേന്ദ്രത്തിൽ നിന്ന് ആവശ്യപ്പെട്ടത് ഇവിടെ ചർച്ച ചെയ്ത് തീരുമാനിക്കണമെന്നാണ്, പക്ഷേ അത്തരത്തിലൊരു ചർച്ച ഉണ്ടായില്ല. താങ്കൾ തന്നെ അതിനൊരു മറുപടിയും അവിടെ പറഞ്ഞു, ഒരു കത്ത് നൽകിയിരുന്നു, പക്ഷേ അന്ന് ആ കമ്മിറ്റി വിളിച്ചു കൂട്ടാനായിട്ട്. പക്ഷേ ഒരു കാര്യമുണ്ട്, കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് UDFൻ്റെ പ്രകടന പത്രിക തയ്യാറാക്കുന്നത് കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതൃത്വമാണ്. സംസ്ഥാന നേതൃത്വം ചർച്ച ചെയ്ത് അംഗീകരിച്ചതാണ് UDFലും ചർച്ച ചെയ്ത് അംഗീകരിച്ചത്. അതിൽ ഞങ്ങൾ മുഖ്യമായിട്ട് കഴിഞ്ഞ UDF സർക്കാരിൻ്റെ വികസന നേട്ടങ്ങളിൽ പ്രധാനമായി പറഞ്ഞത് വിഴിഞ്ഞം തുറമുഖമാണ്. അപ്പോൾ ആ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ നേട്ടങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് തിരുവനന്തപുരത്ത് ഞാനുൾപ്പെടെ ഇവിടെ മത്സരിച്ച 14 UDF സ്ഥാനാർത്ഥികളും പറഞ്ഞത് വിഴിഞ്ഞം തുറമുഖം, കരമനകളി റോഡ്, ഇതിന് ജനങ്ങൾ നൽകിയ അംഗീകാരമായിട്ടാണ് ഞങ്ങളുടെ വിജയത്തിനെ ഞങ്ങൾ കാണുന്നത്. ഇപ്പോൾ ഞാൻ പറയാം, മറ്റ് ജില്ലകളെ നോക്കിയപ്പോൾ കൊല്ലം ജില്ല ദയനീയ തോൽവിയായിരുന്നു UDFന്. അതേസമയത്ത് തിരുവനന്തപുരത്ത് കുറേ കൂടെ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ, ഇപ്പോൾ സ്ഥാനാർത്ഥി നിർണ്ണയം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കുറേ കൂടെ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഒരു 10 സീറ്റ് ഉറപ്പായിട്ട് ലഭിക്കുമായിരുന്നു. ഇവിടെ ഒരു അഴിമതിയെക്കുറിച്ചിട്ടുള്ള അങ്ങനത്തെ ഒരു പുകമറ ഇവിടെ ഉണ്ടായിട്ടില്ല. തിരുവനന്തപുരം ജില്ലയിൽ ഈ വിഴിഞ്ഞം തുറമുഖം മാത്രം മതിയായിരുന്നു ഞങ്ങൾക്ക് ഏറ്റവും നല്ല വിജയം ഉണ്ടാക്കാൻ. ഇപ്പോൾ ഏതായാലും ഞങ്ങൾ 9 സിറ്റിംഗ് മെമ്പർമാരിൽ ഞങ്ങൾ 3 പേര് ജയിച്ചു വന്നു, ഒരു സീറ്റ് LDFൽ നിന്ന് പിടിച്ചെടുത്തു. അപ്പോൾ അതിൻ്റെ മുഖ്യ കാരണം ജനങ്ങൾ ഇതിനോട് നൽകിയിട്ടുള്ള ഒരു അംഗീകാരമായിട്ടാണ് ഞങ്ങളതിനെ കാണുന്നത്. അല്ല, പക്ഷേ വീണ്ടും എന്തുകൊണ്ടാണ് പാർട്ടിക്കുള്ളിൽ അതൊരു ചർച്ചയും വിവാദവുമാകുന്നത്? ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കുകയും ആ ജുഡീഷ്യൽ അന്വേഷണം എന്തുകൊണ്ടാണ് പ്രഖ്യാപിച്ചത്? CAG റിപ്പോർട്ടിൻ്റെ പേരിൽ. എന്തുകൊണ്ട് CAG അങ്ങനത്തെ ഒരു തീരുമാനത്തിലെത്തി തുടങ്ങിയ കാര്യങ്ങൾ. പിന്നെ എപ്പോഴും CAG റിപ്പോർട്ടിൽ അവരുടേതായിട്ടുള്ള ഒരു ശൈലിയുണ്ട്.
ഇപ്പോൾ ഞാൻ പറയും കെ കരുണാകരൻ്റെ കാലത്ത് പാം ഓയിൽ ഇറക്കുമതി ചെയ്തു. അത് ഇന്നലെ ഇറക്കുമതി ചെയ്തിരുന്നെങ്കിൽ ഇത്ര ലാഭം കിട്ടും, അങ്ങനെ പറയുന്നതിൽ അർത്ഥമില്ല. ഇതിനൊക്കെ ചില നടപടിക്രമങ്ങളുണ്ട്. ഇനി നടപടിക്രമങ്ങൾ പൂർത്തിയായില്ലെങ്കിലോ? നടപടിക്രമങ്ങൾ പൂർത്തിയാകാതെ ഇറക്കുമതി ചെയ്തു എന്ന് കുറ്റം പറയില്ലേ? അപ്പോൾ ചില സാങ്കേതികത്വങ്ങളും പിന്നെ ഇതിനെ തകർക്കാൻ ശ്രമിക്കുന്ന ആളുകളുടെ നുഴഞ്ഞുകയറ്റവും ഈ റിപ്പോർട്ടിലുണ്ട് എന്നാണ് പാർട്ടി വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഈ അഴിമതി പിന്നെ രമേശ് ചെന്നിത്തലയ്ക്കെതിരായിട്ടുള്ള ആരോപണം എന്ന് പറയുന്നത് ഒരു ഉണ്ടയില്ലാത്ത വെടിയാണ്. അതിൽ ഒരു CPIയുടെ ആഞ്ചലോസ് ഇപ്പോൾ CPM എന്ന് CPIയിലേക്ക് പോയി. അവിടെ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇലക്ഷൻ മത്സരിക്കാൻ പറ്റുന്നില്ല. കാരണം CPM സഹായിക്കുന്നില്ല അദ്ദേഹത്തിന്. അതുകൊണ്ടാണല്ലോ ഒരിക്കൽ 2006 ദയനീയമായിട്ട് അദ്ദേഹം തോറ്റുപോയില്ല. അപ്പോൾ CPMൻ്റെ കൂടെ ഒരു കയ്യടി നേടാനും വേണ്ടി അതിനെ കാനം രാജേന്ദ്രൻ പിന്തുണച്ചിട്ടില്ല. കാനം രാജേന്ദ്രൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞ് തെളിവില്ലാത്ത ഒരു കാര്യങ്ങളെക്കുറിച്ചും പാർട്ടി ഓൺ ചെയ്യുന്നില്ല, അന്വേഷിക്കുന്നതിന് എല്ലാവരും സ്വാഗതം ചെയ്തു. അപ്പോൾ അതൊരു ഉണ്ടയില്ലാത്ത കൂടിയാണ്, ഒരു തെളിവില്ല. മാത്രമല്ല രമേശ് ചെന്നിത്തല എന്ന പേര് പറയാൻ പോലും ഇതുവരെ ആരോപണം ഉന്നയിക്കുന്നവർക്ക് കഴിഞ്ഞിട്ടില്ല. ഒരു മുൻ മന്ത്രി എന്ന് മാത്രമേ പറയുന്നു. അല്ല, പക്ഷേ ഈ വിഴിഞ്ഞത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. ഇപ്പോൾ പാം ഓയിൽ കേസ് താങ്കളുടെ പിതാവ് മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ വന്നൊരു വലിയ ആക്ഷേപമാണ്. അത് VD സതീശൻ തന്നെ ഈ യോഗത്തിൽ പറഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. VD സതീശൻ ഒരു കത്ത് നൽകുന്നു. അദ്ദേഹത്തിന് ഉത്തരവാദിത്തമുള്ള ഒരു നിയമസഭാ സമിതിയിലെ അംഗമായതുകൊണ്ട് ആ നേതൃത്വം കൊടുക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ഈ കാര്യങ്ങൾ അറിയണമെന്ന് ആവശ്യപ്പെട്ട് കത്ത് നൽകുകയാണ് പാർട്ടിക്ക് നൽകിയത്. അന്നാകട്ടെ പാം ഓയിൽ കേസിൽ MM ഹസൻ കരുണാകരനെതിരെ അന്വേഷണമാണ് ആവശ്യപ്പെട്ടത്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ മറന്നുകൊണ്ട് ഇപ്പോൾ എന്തുകൊണ്ടാണ് ഉമ്മൻചാണ്ടിയെ താങ്കൾ പൂർണ്ണമായും പിന്തുണയ്ക്കുന്നത്? ഞാൻ പറഞ്ഞു, അന്നത്തെ 90കളിലെ കോൺഗ്രസിൻ്റെ സ്ഥിതിയല്ല ഇന്ന് കേരളത്തിൽ ഇന്ത്യയിലുള്ളത്. ഒരു ഭാഗത്ത് നരേന്ദ്രമോദി കോൺഗ്രസിനെ നശിപ്പിക്കാൻ വേണ്ടി നിൽക്കുന്നു, മറുഭാഗത്ത് മാർക്സിസ്റ്റ് പാർട്ടി അധികാരം കിട്ടിയെന്നുള്ള ഹുങ്കിൽ പ്രതിപക്ഷങ്ങളെ മുഴുവൻ തകർക്കാൻ നോക്കുന്നു. ഇങ്ങനെ സന്ദർഭത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് ഒരുമിച്ച് നിന്നില്ലെങ്കിൽ പാർട്ടിക്ക് മൊത്തം ഒരു ഡാമേജ് ഉണ്ടാവും. അതുകൊണ്ട് പഴയ ചരിത്രങ്ങളെക്കുറിച്ച് ഓർത്ത് നിലവിലൊരു വിവാദം ഉണ്ടാക്കിയതുകൊണ്ട് ആർക്ക് എന്ത് നേട്ടമാണ്? അല്ല, അവിടെയാണ് പ്രശ്നം. ഇപ്പം ഈ പാം ഓയിൽ കേസിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ചാരക്കേസിൻ്റെ കാര്യത്തിലും പിന്നെ താങ്കൾ എടുക്കുന്നൊരു ഒരു സമീപനമുണ്ട്. അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളാണ്, അതൊക്കെ അവിടെ നിൽക്കട്ടെ. പാം ഓയിൽ കേസിൻ്റെ കാര്യത്തിൽ, ചാരക്കേസിൻ്റെ കാര്യത്തിലൊക്കെ താങ്കളുടെ അച്ഛൻ കോർണർ ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം കേരളത്തിലുണ്ടായിരുന്നു. അദ്ദേഹത്തിന് മുഖ്യമന്ത്രി സ്ഥാനം വരെ നഷ്ടപ്പെട്ടു. അന്ന് അതിന് നേതൃത്വം കൊടുക്കുന്ന ആളോട് ഇപ്പോൾ ക്ഷമിക്കാൻ, വിശാല മനസ്കതയോടെ ക്ഷമിക്കാൻ എന്താണ് താങ്കളെ യഥാർത്ഥത്തിൽ പ്രേരിപ്പിക്കുന്നത്? ഞാൻ പറഞ്ഞല്ലോ, കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് ഒരു വലിയ പ്രതിസന്ധിയിലൂടെയാണ് പാർട്ടി ഇന്ന് നടന്നു നീങ്ങുന്നത്. ഈ സന്ദർഭത്തിൽ കോൺഗ്രസ് പാർട്ടി ഒറ്റക്കെട്ടായി നിന്നില്ലെങ്കിൽ അതിന് നാശമായിരിക്കും സംഭവിക്കുക. അതൊരിക്കലും ഉണ്ടാവരുത്. കാരണം കോൺഗ്രസ്സിൽ വിശ്വസിക്കുന്നൊരു വലിയ ജനത ഇന്ന് ഇന്ത്യയിലും കേരളത്തിലും ഉണ്ട്. 2 വർഷം കഴിഞ്ഞ് ഒരുപക്ഷെ അതിന് നേരത്തെ പാർലമെൻറ്റ് ഇലക്ഷൻ വന്നേക്കാം. അങ്ങനെ വരുമ്പോൾ കേന്ദ്ര നേതൃത്വം ഏറ്റവും അധികം പ്രതീക്ഷിക്കുന്ന കേരളത്തിനെയാണ്. അവിടെ പഴയതായാലും കഴിഞ്ഞുപോയ കാര്യങ്ങൾ കഴിഞ്ഞുപോയി. പക്ഷേ ഒരു കാര്യത്തിൽ സന്തോഷമുള്ളത്, കെ കരുണാകരനെതിരായിട്ട് പറഞ്ഞത് പലതും അസത്യമായിരുന്നു എന്ന് തെളിയുമ്പോൾ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിൻ്റെ മകൻ എന്നുള്ള നിലയിൽ എനിക്ക് ചാരിതാർത്ഥ്യമുണ്ട്. അതേ സമയത്ത് പഴയ ഇതിൻ്റെ പേരിൽ പ്രതികാര നടപടികൾക്ക് ഇറങ്ങിയാൽ അത് ഞാനുൾപ്പെടെയുള്ള പാർട്ടിയുടെ തകർച്ചയ്ക്കായിരിക്കും വഴിയൊരുക്കുക. ഇപ്പം പാം ഓയിൽ കേസിൻ്റെ കാര്യത്തിലും ചാരക്കേസിൻ്റെ കാര്യത്തിലും ഒക്കെ ആണെങ്കിൽ വിശാല മനസ്കതയോടുകൂടി തന്നെ താങ്കൾ പൊറുക്കാൻ തയ്യാറാകുന്നു, അത് മറക്കാൻ തയ്യാറാകുന്നു. അറ്റ് ദി സെയിം ടൈം ഉമ്മൻചാണ്ടിയെ പോലെ ഒരു നേതാവിനെ ശക്തമായി രാഷ്ട്രീയകാര്യ സമിതിയിൽ അദ്ദേഹത്തിന് വേണ്ടി വാദിക്കുന്നു. ഇത് യഥാർത്ഥത്തിൽ കെ മുരളീധരൻ്റെ ഒരു ലോയൽറ്റി ഷിഫ്റ്റിംഗ് ആണോ, ഒരു കൂറ് പ്രഖ്യാപനമാണോ? ഏതെങ്കിലും ഒരു നേതാവിനെ അനുകൂലിച്ച് സംസാരിക്കുന്നത് ഗ്രൂപ്പ് മാറ്റമോ ആശയമാറ്റമോ അല്ല. ഇവിടെ പ്രശ്നമാണ്. ഇവിടെ കോൺഗ്രസിനെയും UDFനെയും പ്രതിക്കൂട്ടിൽ നിർത്താൻ ഇടതുപക്ഷം ശ്രമിക്കുമ്പോൾ ഒരുമിച്ച് പ്രൊട്ടക്റ്റ് ചെയ്യണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. അപ്പം അങ്ങനെ പറയുമ്പോൾ അത് ഏതെങ്കിലും ഗ്രൂപ്പ് മാറ്റമായിട്ട് കാണേണ്ടതില്ല. മാത്രമല്ല, അങ്ങനത്തെ ഒരു ഗ്രൂപ്പ് പോരാട്ടത്തിന് ഇന്ന് എന്താ പ്രസക്തി? എന്താ ഇന്ന് കേന്ദ്രത്തിലും സംസ്ഥാനത്തും പ്രതിപക്ഷത്തിരിക്കുന്നൊരു പാർട്ടി ആരെ വെട്ടാൻ വേണ്ടി ഗ്രൂപ്പ് കളിക്കുന്നു? മുമ്പ് ആശയങ്ങളുടെ പേരിലാണ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നത് കോൺഗ്രസ്സിൽ. ഇന്ന് അതിൻ്റെ പേരിലൊരു സംഘർഷത്തിന് പ്രസക്തിയില്ല. കേന്ദ്ര സർക്കാരിനോടുള്ള നയത്തിൻ്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് എല്ലാം ഒറ്റക്കെട്ടാണ്. സംസ്ഥാന സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ ഞങ്ങൾ ഒറ്റക്കെട്ടാണ്. പിന്നെ എന്തിന് ഇവിടെ ഒരു ഗ്രൂപ്പ് വീണ്ടും നടത്തി പാർട്ടി എന്തിന് നാശത്തിൽ വഴി തുറക്കണം? അത് ശരിയല്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. അല്ല, പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരു വശത്ത് ഉമ്മൻചാണ്ടിയെ താങ്കൾ പിന്തുണയ്ക്കുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിന് അനുകൂലമായി സംസാരിക്കുന്നു. മറുവശത്ത് UDFൻ്റെ സമരങ്ങൾ രാമേശ്വരത്തെ ക്ഷൗരം പോലെയാണ് എന്ന് പറയുന്നു. അങ്ങനെ വരുമ്പോൾ UDFൻ്റെ ചെയർമാൻ ആരാ? രമേശ് ചെന്നിത്തലയാണ്. അത് രമേശ് ചെന്നിത്തലയ്ക്ക് എതിരായിട്ടുള്ള നീക്കമായിട്ട് വ്യാഖ്യാനിക്കപ്പെട്ടാൽ ആ രീതിയിൽ അങ്ങനെ കാണരുത്. കാരണം സർക്കാരിനെതിരായി നടത്തുന്ന സമരങ്ങൾക്ക് ഒരു വേഗത പോരാ, ശക്തി പോരാ എന്നുള്ള അഭിപ്രായം മൊത്തത്തിൽ UDFൻ്റെ പ്രവർത്തകർക്കുണ്ട്.
അതുകൊണ്ട് നമ്മൾ ഒരു സബ്ജക്റ്റിൽ സമരം ചെയ്യുമ്പോൾ ആ സബ്ജക്റ്റിൽ എന്തുമാത്രം മുന്നോട്ട് പോയി. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ MM മണിയുടെ രാജിയുടെ കാര്യം. ആ MM മണിയെ ഞങ്ങൾ നിയമസഭയിൽ ബഹിഷ്കരിച്ചു, പക്ഷേ പുറത്ത് ബഹിഷ്കരിച്ചില്ല. MM മണി പറഞ്ഞ വാചകങ്ങളൊന്നും മാറിയിട്ടില്ല, പക്ഷേ അതോട് അവസാനിച്ചു. ഇപ്പം മദ്യനയം പോലെ തന്നെ ഏറ്റവും സീരിയസ് ആണ് പോലീസിലെ വഴക്കെന്ന് പറയുന്നത്. ഇപ്പോൾ ഇന്ന് സംസ്ഥാന സർക്കാരിൻ്റെ ഇംഗീതത്തിന് വിരുദ്ധമായി DGP ആയി വന്ന സെൻകുമാറിനെ റിട്ടയർമെൻ്റ് തലേ ദിവസം സസ്പെൻഡ് ചെയ്യാനുള്ള ഗൂഢനീക്കങ്ങൾ ഉൾപ്പെടെ നടക്കുമ്പോൾ അതും കൂടെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള ശക്തമായിട്ടുള്ള സമരപരിപാടികൾ UDFൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണം എന്നാണ് എന്നെപ്പോലുള്ളവർ ആഗ്രഹിക്കുന്നത്. അല്ല, ആരുടെ വീഴ്ചയാണ്, ആരുടെ പരാജയമാണ്? അത് ഞാനുൾപ്പെടെയുള്ളവർക്ക് അതിൽ പങ്കുണ്ട്. കാരണം ശക്തമായിട്ടുള്ള സമരത്തിന് തയ്യാറാകേണ്ട സന്ദർഭമാണ്. പലപ്പോഴും നേതൃത്വത്തിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്നൊരു അഭിപ്രായം 1 കൊല്ലമല്ലേ ആയിട്ടില്ല, ഇനി 4 കൊല്ലം ബാക്കിയില്ല. പക്ഷേ ഓരോ സന്ദർഭത്തിലും ഇപ്പോൾ ഇടതുപക്ഷമായിരുന്നു എന്ന് പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു സംശയം വരുന്നു. നേതൃത്വത്തിൻ്റെ അഭിപ്രായം എന്ന് പറയുമ്പോൾ നേതൃത്വത്തിൻ്റെ അഭിപ്രായം വരുന്നു, ഇപ്പോൾ 1 വർഷമായിട്ടേ ആയിട്ടുള്ളൂ, ഇനി ഈ സമയമുണ്ടല്ലോ എന്ന് പറയുന്ന ആരാണ്? KPCC അധ്യക്ഷൻ MM ഹസനാണോ, അതോ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയാണോ? മൊത്തത്തിൽ അങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ, ഞങ്ങളൊക്കെ ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ സാധാരണ രീതിയിൽ പറയുന്ന കേൾക്കുന്ന അഭിപ്രായങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഇത് ഇത്രയൊക്കെ വേണോ, കൊല്ലം 1 ആയിട്ടുള്ള ഇനി 4 കൊല്ലം കിടക്കുകയല്ലേ. പക്ഷേ ഇടതുപക്ഷക്കാരങ്ങനെയായിരുന്നില്ല. ഇടതുപക്ഷം 6 മാസം പോലും അന്ന് ഞങ്ങൾക്ക് സ്വൈര്യം തന്നില്ല. അന്ന് പറയുമ്പോൾ ഒരുപാട് നേട്ടങ്ങൾ പറയാനുണ്ടായിരുന്നു. ഇപ്പോൾ അരിയുടെ 1 രൂപ നിരക്കുള്ള 25 കിലോ അരി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയാൻ. ഇന്നിപ്പോൾ 1 കൊല്ലം കഴിയുമ്പോൾ ഇവർ പറയുന്ന നേട്ടങ്ങളൊക്കെ UDFൻ്റെ നേട്ടമല്ലേ. കൊച്ചി മെട്രോ ഉദ്ഘാടനം ചെയ്തു, ആര് കൊണ്ടുവന്നു? അതിൻ്റെ ട്രാക്ക് പണിതതും മറ്റേ എന്തിനു പറയുന്നു, കോച്ചുകൾ വാങ്ങിയത് വരെ UDFൻ്റെ കാലത്താണ്. കൊച്ചി മെട്രോ മാത്രമല്ല, ഇപ്പോൾ കണ്ണൂർ വിമാനത്താവളം, വിഴിഞ്ഞം പദ്ധതിയൊക്കെ അടക്കമുള്ള കാര്യങ്ങളൊക്കെ ചാമ്പ്യൻ ചെയ്തു നിങ്ങൾ. പക്ഷേ അതിൻ്റെ എല്ലാം ക്രെഡിറ്റ് പോകുന്നത് ഇടതുപക്ഷത്തിനാണെന്നുള്ളൊരു പരാതി ഇപ്പോൾ താങ്കൾ തന്നെ ഉന്നയിച്ചു. അതിനെതിരായ ഒരു ക്യാമ്പയിൻ നടത്താൻ, എന്തെങ്കിലും ഇഫക്റ്റീവായ ഒരു പ്രചരണം നടത്താൻ എന്തുകൊണ്ട് കോൺഗ്രസിന് കഴിയുന്നില്ല, എന്തുകൊണ്ട് UDFന് കഴിയുന്നില്ല? അത് ശക്തമായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്ത് നടപ്പാക്കുന്ന കാര്യത്തിൽ ഞാനുൾപ്പെടെയുള്ളവർക്ക്, ഞാൻ അടിവരയിട്ട് ഞാനുൾപ്പെടെ, എന്നാൽ പിന്നെ ആരെയും കുറിച്ച് അല്ല, അത് സൗകര്യപൂർവ്വമായിട്ടുള്ള ഒരു സ്വയം വിമർശനമാണ്. ഞാൻ ഉൾപ്പെടെയുള്ളവരെന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ അതിൻ്റെ ഉത്തരവാദിത്വത്തിൽ UDF നേതൃത്വത്തിൽ താങ്കളുണ്ട് എങ്കിൽ പോലും യഥാർത്ഥത്തിൽ അതിൻ്റെ പ്രമുഖ ഉത്തരവാദിത്വത്തിൽ താങ്കളില്ല. താങ്കൾ അതിലൊരു മുൻ KPCC അധ്യക്ഷൻ എന്നുള്ള നിലയ്ക്കും MLA എന്നുള്ള നിലയ്ക്കുമൊക്കെയാണ് അതിൻ്റെ ഭാഗമാക്കായിരിക്കുന്നത്. അതേസമയം അതിന് യഥാർത്ഥത്തിൽ നേതൃത്വം കൊടുക്കുന്ന രമേശ് ചെന്നിത്തല, പ്രതിപക്ഷ നേതാവാണ് അദ്ദേഹം, UDF ചെയർമാനാണ് അദ്ദേഹം ഒരു പരാജയമാണോ ആ കാര്യത്തിൽ? എന്ന് ഒരിക്കലും പറയില്ല. അത് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ തലയിൽ ഇടേണ്ട കാര്യമല്ല. ഇപ്പോൾ ഞങ്ങൾ കണ്ട ഒരു ന്യൂനത, സംസ്ഥാന നേതൃത്വത്തിൽ എടുക്കുന്ന തീരുമാനങ്ങൾ താഴെ തട്ടിലൊരു ചലനം ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. അത് ഞങ്ങളുടെ പോരായ്മയാണ്. ഞാൻ പറഞ്ഞ അതിലാരും ഞാൻ കുറ്റപ്പെടുത്തുകയില്ല. അപ്പോൾ അങ്ങനെ ഒരു ചലനം ഉണ്ടാക്കി ശക്തമായിട്ടുള്ള സമരങ്ങൾ നടത്തണം എന്നാണ് ഞങ്ങളുടെയൊക്കെ അഭിപ്രായം. സംഘടനയെ തന്നെ പുനരുജ്ജീവിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്കാണ്. അതിപ്പോൾ നമ്മുടെ ഈ സംഘടന തെരഞ്ഞെടുപ്പിലേക്കൊക്കെ പോകാൻ ബൂത്ത് എലം വരുന്നു. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ബൂത്ത് ഇലക്ഷൻ കഴിയുന്നതോട് കൂടിയിട്ട്, കാരണം ബൂത്ത് ലെവലിൽ കമ്മിറ്റി ഉണ്ടാകുമ്പോൾ, കാരണം ചലിക്കേണ്ട ബൂത്ത് കമ്മിറ്റികളാണ്. സംസ്ഥാന നേതൃത്വം ഒരു തീരുമാനം എടുത്താലും ചലിക്കേണ്ടത് ഈ ബൂത്ത് തലത്തിലാണ്. അല്ല, അത് ചലിക്കണമെങ്കിൽ അത് ചലിപ്പിക്കാനായിട്ടൊരു നേതൃത്വത്തിന് കഴിയണം. അത്തരം ഒരു നേതൃത്വം ഉണ്ടാകേണ്ട ആവശ്യകതയുണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം. ആ ഒരു നേതൃമാറ്റം, ഒരുപക്ഷെ ഒരു തലമുറ മാറ്റം, അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയെ പോലെ ഒരാൾ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് വന്നാൽ ഈ പാർട്ടിക്ക് ഒരു കൂടുതൽ ചലനാത്മകത, സജീവാത്മകത ഉണ്ടാകുമെന്ന് K മുരളീധരൻ കരുതുന്നു. ആ കാര്യത്തിൽ യാതൊരു സംശയമില്ലല്ലോ. ഉമ്മൻചാണ്ടി സംസ്ഥാന കോൺഗ്രസിൻ്റെ അധ്യക്ഷ സ്ഥാനത്ത് വന്നാൽ സ്വാഭാവികമായിട്ടൊരു ചലനം ഉണ്ടാവും. ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല. അത് ശ്രീമാൻ MM ഹസനും സമ്മതിക്കുന്ന കാര്യമാണല്ലോ. പക്ഷേ അത് അദ്ദേഹം തീരുമാനിക്കണം. അദ്ദേഹം പ്രസിഡൻ്റ് ആവണമെന്ന് അദ്ദേഹം പറയുകയാണെങ്കിൽ ഒരു തർക്കവും കൂടാതെ യുനാനിമസായി തന്നെ അദ്ദേഹത്തിന് തീരുമാനിക്കും. സംശയമൊന്നും കാര്യത്തിലില്ല. അദ്ദേഹം വന്നാൽ അദ്ദേഹം PCC പ്രസിഡൻറ്റും രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവുമായിട്ടുള്ളൊരു സംവിധാനത്തിൽ തീർച്ചയായിട്ടും അതിശക്തമായി കോൺഗ്രസിന് മുന്നോട്ട് നീങ്ങാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്.